ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞ പേര് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവർ 24 മണിക്കൂറും എന്റെ വീഡിയോസിനാണ് അവർ എന്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പൊടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ്. എന്റെ അനിയൻ പ്രതീഷ്, എന്റെ നായകൻ പ്രതീഷിന് ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നും അല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നെന്ന്? ചേച്ചി കുറെ ദിവസമല്ലോ തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നെ വാരി കൊടുക്കുവാണോടി. അവൻ മുതല പോലെ വാ തുറക്കുന്നു. അവനെ ഒന്നും പറയണ്ട കേട്ടല്ലോ. എന്നെ നിങ്ങൾ പറഞ്ഞു, എന്നെ പറയുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല. എന്നെ നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ. അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടും. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട കേട്ടല്ലോ. ഞാൻ എന്റെ സ്വന്തം അനിയനാണ് അവൻ, അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. അതുപോലെ തന്നെ അമ്മൂസ് അവന്റെ വൈഫ് എന്റെ സ്വന്തം അനിയത്തിയാണ്, അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ. പിന്നെ സുധിച്ചേട്ടന് വാരി കൊടുത്തില്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുധിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സുധിച്ചേട്ടന് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഇതാകത്തില്ല, ആയെന്നോർക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടിയായിട്ട് വന്നത് കേട്ടോ. ശരി, ബൈ.